ഹലോ ഗൈസ്, വെൽക്കം. ഇന്ന് എൻ്റെ കയ്യിലുള്ള കമ്മൽ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മലുകൾ കാണിച്ചു തരാം. കമ്മൽ കളക്ഷൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാം. സ്റ്റിൽ എൻ്റെ കയ്യിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മലുകൾ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിരിക്കുന്നത്, കമ്മലൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇയറിങ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ നമുക്കിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സെപ്പറേറ്റർ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, അത് റിമൂവബിൾ ആണ്. നമുക്ക് നമ്മുടെ കമ്മലുടെ ലെങ്ത്തും അതിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഞാനത് മടക്കി വെച്ചിട്ടുണ്ട്, കാരണം ഇത് കുറച്ച് ലെങ്തി കമ്മലാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. സോ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മലുകളാണ് കാണിച്ചു തരുന്നത്. സോ ഇത് കാണിക്കുന്നത് എൻ്റെ എന്താ പറയുക, ഇത് വളരെ നിസ്സാര പൈസയ്ക്ക് വാങ്ങിയിട്ടുള്ള കമ്മലുകളാണ്. മാക്സ് ഒന്ന് നമുക്ക് കാണാൻ പറ്റും. 299, 199 5 കമ്മൽ അങ്ങനെയൊക്കെ കിട്ടുന്നത്. കുറച്ചധികം സ്റ്റഡുകളായിട്ട് കിട്ടില്ലേ, അങ്ങനെ വാങ്ങിയിട്ടുള്ള കമ്മലുകളാണ് ഇതെല്ലാം കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലുകളാണ്. നമുക്ക് വെസ്റ്റേൺ വെയർസിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ട്രഡീഷണൽ വെയറിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാണ്. എല്ലാം നല്ല നല്ല ഷേപ്പ്, പലതരം വെറൈറ്റി ഷേപ്പുകളുള്ള കമ്മലുകളാണ് വരുന്നത്. ഒന്ന് വന്നിട്ട് ഇതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇതാണ്. സോ എല്ലാം നല്ല വെറൈറ്റി ഷേപ്പുകളുള്ള കമ്മലുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലുകളാണ്. മാക്സിമാണ് നമ്മളിത് വാങ്ങുന്നത്. 199 അല്ലെങ്കിൽ 299 റേഞ്ച് വരുന്നുള്ളൂ. അതിൽ തന്നെ 3 സെറ്റ് കമ്മലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് കമ്മലാണ്, എൻ്റെ കയ്യിലുള്ള ഏറ്റവും ലെങ്തി കമ്മലുമാണ് ഈ ഒരു കമ്മൽ. ഇതിന് 350 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. ഇതൊരു അനാർക്കലി ടൈപ്പ് ഓഫ് ചുരിദാറിന് വേണ്ടി വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ലെങ്തി കമ്മൽ. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അധികം വെയിറ്റ് ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ബാക്കിൽ ബട്ടൺസ് ഇടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കമ്മൽ തന്നെയാണ്. എനിക്കാണെങ്കിൽ കേട്ടോ ഫീൽ ചെയ്തത്. ഇനി അടുത്തത് വന്നിട്ടും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മൽ തന്നെയാണ്. ഇത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതും എൻ്റെ ഫ്രണ്ടുമായ അജിത മിസ്സും, സീനിയറാണ്. നല്ല എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അജിത മിസ്സ് തന്ന കമ്മലാണ്. മിസ്സിൻ്റെ മോള് ഡൽഹിയിൽ ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് നമുക്ക് കുറച്ച് പേർക്ക്. അപ്പോൾ അതിന്ന് ഞാൻ ചൂസ് ചെയ്ത കമ്മലാണിത്. ഇത് ശരിക്കും വൈറ്റ് ചിക്കൻ കറി ചുരിദാറിൻ്റെ ഒപ്പം പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. സോ ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇതാണ് ആ കമ്മൽ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലോങ് കമ്മലാണ്. അതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു കമ്മലാണ് ഈ ഒരു വുഡൻ ടൈപ്പ് കമ്മൽ എന്ന് പറയുന്നത് കേട്ടോ. വുഡൻ ടൈപ്പ്. ഇതിന് വലിയ റേറ്റൊന്നുമില്ല. ഇതിന് 50 രൂപയോ അങ്ങനെ എന്തോ റേറ്റ് കണ്ടുള്ളൂ. ഇത് നമുക്ക് റെഡ് കാഷ്വൽ വെയർസിൽ റെഡ് കുർത്തിയൊക്കെ ഇടുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇയറിങ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് ഇത് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ജിഷ ഗിഫ്റ്റ് ചെയ്തതാണ്. ജിഷ ഗിഫ്റ്റ് ചെയ്ത കുറച്ചധികം കമ്മൽ തന്നെ എൻ്റെ അടുത്തുണ്ട്. ഇത് ഓറഞ്ച് മുത്ത് വെച്ചിട്ടുള്ളൊരു കമ്മലാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ്. ഇതുപോലെ തന്നെയാണ് വേറൊരു കമ്മലും കൂടെ ഉണ്ട്. ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു കമ്മലാണിത് കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡിലുള്ള കമ്മൽ ജുംകാസ്. ഞാൻ ആദ്യം ഇങ്ങനെ ലോങ് കമ്മലൊന്നും ഇടുന്ന ആളായിരുന്നില്ല. പിന്നെയാണ് പതുക്കെ തൊട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കതൊരു ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ കമ്മൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് മറ്റൊരു കമ്മലാണ്. അതും ജിഷ തന്ന കമ്മലാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഇത് ഞാനിവിടെ നമ്മുടെ പെരുന്നാളുണ്ടാവും, ചാലക്കുടി പെരുന്നാളിന് വാങ്ങിയിട്ടുള്ള കമ്മലാണ്. ഇതിന് നിസ്സാര പൈസയുള്ളൂ, 50 രൂപയോ അങ്ങനെ എന്തോ നിസ്സാര പൈസ വാങ്ങിയിട്ടുള്ള കമ്മലാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കമ്മൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലായിരുന്നു ഈ ഒരു താമരമുട്ടിൻ്റെ കമ്മൽ എന്ന് പറയുന്നത് കേട്ടോ. നല്ലൊരു ഇതിൻ്റെ സ്റ്റഡ് ഇങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ അതിന് ഇങ്ങനെ ഒരു ഡ്രോപ്പും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു കമ്മൽ വരുന്നുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഒരു ദിവസം അതിൻ്റെ ബാക്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കില്ലേ, അത് ഊരിപ്പോയിട്ട് റോട്ടിൽ വെച്ചിട്ട് ഈ കമ്മൽ വീണു. അപ്പോൾ ഇത് ഇവിടെ പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കിത് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനതിങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു ഹോപ്പിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും വഴികൾ അറിയുകയാണെങ്കിൽ ഒന്ന് പറയുക. കാരണം ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹാങ്ങിങ്ങും ഞാൻ ഊരിയെടുത്തപ്പോൾ എനിക്ക് ഈ ഭാഗം, മേലത്തെ ഭാഗം സ്റ്റഡായിട്ട് ഉപയോഗിക്കാമല്ലോ, താമരയുടെ സ്റ്റഡായിട്ട് ഉപയോഗിക്കാമല്ലോ, അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്.
അപ്പോൾ ഇത് ഞാൻ കളഞ്ഞിട്ടില്ല, എങ്ങാനും ഇതിങ്ങനെ നമുക്കിങ്ങനെ ജോയിൻ ഇതിന് കുഴപ്പമില്ല, നമുക്കതിനെ കൊളുത്ത് ചെയ്യാം. പക്ഷേ രണ്ടാമത്തേന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത് പൊട്ടിപ്പോയി, അപ്പോൾ എനിക്കിത് ജോയിൻ ചെയ്യാൻ പറ്റണില്ല, എനിക്കങ്ങനെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാനിങ്ങനെ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇതുപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇതും മാക്സിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അധികം മാക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലുകളുണ്ട്, ഇതെല്ലാം മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെയുള്ള കമ്മലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് കമ്മൽ തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് കമ്മൽ. പിന്നെ ഉള്ളത് കുറച്ച് ഹാങ്ങിങ് ടൈപ്പ് ഓഫ് കമ്മലുകളാണ്, ഇങ്ങനെ നീളത്തിൽ പോലെ കമ്മലില്ലേ, ഇങ്ങനത്തെ കമ്മലുകൾ. ഇത് അധികം എൻ്റെ അടുത്തില്ല, ഇത് ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നല്ല വൃത്തിയുണ്ടെന്ന്. പിന്നെ ഇതും എനിക്ക് എൻ്റെ ഫ്രണ്ടും എൻ്റെ കൊളീഗുമായ സിജി മിസ് തന്ന കമ്മലാണ് കേട്ടോ ഈ ഒരു കമ്മൽ. അങ്ങനെ എനിക്ക് കുറേ കമ്മലുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്മലും എൻ്റെ ഫ്രണ്ടും എൻ്റെ കൊളീഗുമായ ആശാ മിസ് തന്ന കമ്മലാണ് കേട്ടോ. ഇതും നല്ലൊരു ജോഡി തന്നെയാണ്. അതിനോടൊപ്പം വേറൊരു കമ്മലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യെല്ലോ മുത്ത് വെച്ചത്, ഇതും ഞാനിവിടെ പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ്. ഇത് സാര പൈസ ഉള്ളൂ, 50 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ ഈ ഒരു കമ്മലിന്. പിന്നെ വന്നിട്ടുള്ള കമ്മലാണ് ഇത് ഏറ്റവും ആദ്യം എനിക്ക് വാങ്ങാൻ തോന്നിയിട്ടുള്ള ഡ്രോപ്പ് മീൻസ് വലിയൊരു കമ്മലാണ് കേട്ടോ, നല്ലൊരു ഗ്രീൻ മുത്തൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ റെഡ് ചുരിദാറിൻ്റെ കൂടെയൊക്കെയാണ് അധികം പെയർ ചെയ്യാറ്. ഗ്രീൻ മുത്താണെങ്കിലും റെഡ് ചുരിദാറിൻ്റെ ഒപ്പമാണ് ഞാനിത് അധികം പെയർ ചെയ്യാറ്. പിന്നെ ഏറ്റവും ആദ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ കമ്മലാണ് ഇത് എൻ്റെ കമ്മലല്ല ആക്ച്വലി, ഇതെൻ്റെ ഫ്രണ്ട് സ്നേഹയുടെ കമ്മലാണ്. ഇത് ഒരു ദിവസം എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് തന്നെ നല്ല ഭംഗി തോന്നി കണ്ണാടി നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ സ്നേഹയുടെ അടുത്ത് പറഞ്ഞു, സ്നേഹ ഇത് ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടുള്ള കമ്മലാണ് കേട്ടോ ഇത് എൻ്റെ വൺ ഓഫ് മൈ അല്ല ഇതാണ് ഫേവറേറ്റ് കമ്മൽ. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഹാങ്ങിങ് ഞാൻ ഇടുന്ന ഒരു കമ്മലാണ്. ഇത്രയധികം കമ്മൽ വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ആകെ ഒരു ഹാങ്ങിങ് കമ്മൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് റിങ് ടൈപ്പ് ഓഫ് കമ്മലാണ്, അതിൽ റിങ്ങാണ് ഈ ഒരു റിങ്, മൾട്ടി കളേഴ്സ് ഉള്ള റിങ്. അത് നല്ല നമുക്ക് എല്ലാ തരത്തിലുള്ള ഡ്രസ്സിൻ്റെ ഒപ്പം ട്രഡീഷണൽ ആണെങ്കിലും മോഡേൺ ഔട്ട്ഫിറ്റ് ആണെങ്കിലും നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പോലെ തന്നെ ഒരു വൈറ്റ് പേളിൻ്റെ കമ്മലും ഉണ്ട്. പിന്നെ ഈ ഒരു കമ്മലും എൻ്റെ ഫേവറേറ്റാണ്. ഇതും എൻ്റെ ഫ്രണ്ട് സ്നേഹ ഗിഫ്റ്റ് ചെയ്തതാണ്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഫ്രൂട്ടിൻ്റെ കമ്മലാണ് കേട്ടോ, ഇലയും ഒരു ഫ്രൂട്ടും, ആപ്പിളാണെന്ന് തോന്നുന്നു, ആപ്പിളിൻ്റെ കമ്മലാണ്. പിന്നെ ഉള്ളതൊക്കെ നോർമൽ സ്റ്റഡ് ടൈപ്പ് കമ്മലുകളാണ്, അധികം അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഇതുപോലെയൊക്കെയുള്ള സ്റ്റഡ് ടൈപ്പ് കമ്മലുകളാണ് പിന്നെ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.